അങ്ങനെ തങ്ങിന് ഒരു ജോലിയുണ്ട്, അതും ഡെലിവറി ഗേളായിട്ട്. അങ്ങനെ ഇരിക്കെ ഒരു വലിയ ഹോട്ടലിൽ ബൊക്ക ഡെലിവറി ചെയ്യാനായി കയറുമ്പോൾ അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റി അവളെ തടയുകയാണ്. ഇവിടെ മാസ്റ്റർ വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ഡെലിവറിയും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു മാറ്റുന്നു. ഡെലിവറി ഡ്രസ്സ് ഇട്ടതിനാൽ കാരണമാകും എന്ന് കരുതി അവൾ ഡെലിവറി ഡ്രസ്സ് മാറ്റി കയറാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഒരു കാരണവശാലും അവളെ കയറ്റുന്നില്ല. അന്നേരം ഹീറോ വരികയും എല്ലാവരും ഹീറോയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ തങ്ങ് ബൊക്കയുമായി അകത്തേക്ക് കയറുന്നു. എന്നാൽ വരും വഴിയിൽ തങ്ങ് അവനുമായി കൂട്ടിമുട്ടുന്നു. അവനെ കണ്ട തങ്ങിന് അന്ന് നടന്ന സംഭവമെല്ലാം ഓർക്കുകയാണ്. പെട്ടെന്ന് ഭർത്താവെന്ന് വിളിക്കുമ്പോൾ ഇപ്പോഴാണ് സെക്യൂരിറ്റി വന്ന് ഇവൾ വീണ്ടും അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു മാറ്റുമ്പോൾ ഹീറോ അവരെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം അറിയുന്നത്, അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം. ശേഷം ക്ലബിൽ വെച്ച് അവൻ്റെ കസിൻ കോമിൽ കിടക്കയിൽ തന്നെ എല്ലാം കാര്യം ചെയ്തിട്ട് വെച്ചപ്പോൾ ഇപ്പോൾ മുത്തശ്ശി അവളെ തേടി നടക്കുകയാണ്. എനിക്ക് അവളെ ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല, മുത്തശ്ശി കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ, ആദ്യം ഡിവോഴ്സ് ആയിരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞു എന്ന് ഹീറോ പറയുന്നു. ആയ പെൺകുട്ടി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിനക്കുള്ള പെൺകുട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ കസിൻ കുറേയേറെ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്തുന്നു. ആരെയാണ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ കസി പറയുന്നത് ഒന്നും കേൾക്കാതെ താഴെ ബൊക്കയുമായി ഓരോ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെന്ന് റൂം നമ്പർ എവിടെയെന്ന് ചോദിച്ച് നടക്കുന്ന തങ്ങിനെ കാണുകയാണ്. അവൻ ആ ലേഡിയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ കസി നിനക്ക് ഗർഭിണി പെണ്ണിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്തിനാണ് അവൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്, അവളുടെ ഭർത്താവ് എവിടെയാന്ന് സംസാരിക്കുമ്പോൾ അവൻ മരിച്ചിട്ടുണ്ടാകുമെന്ന് കസിൻ പറയുമ്പോൾ പെട്ടെന്ന് ഹീറോ തുമ്മുകയാണ്. അത് കണ്ട കസിൻ ആരോ നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെന്ന് പറയുന്നു. ശേഷം നായകൻ റൂമിലേക്ക് പോകുമ്പോൾ അവൻ കുടിച്ച ഗ്ലാസ് നോക്കുകയാണ്. കാരണം അവന്റെ ബോധം പോകാനായി അവൻ ഡ്രിങ്ക് കലർത്തിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ അവൻ കൊണ്ടുവന്ന പെണ്ണുങ്ങളിൽ ഒരാളെ റൂമിലേക്ക് പറഞ്ഞു വിടാനായിട്ടാണ്. ഇവിടെ ഹീറോ റൂമിലെത്തി വാതിലടയ്ക്കുമ്പോൾ റൂം നമ്പറിന്റെ ബോർഡ് താഴെ വീഴുന്നു. ഇവിടെ ഇവൾ ബൊക്ക ബുക്ക് ചെയ്തയുടെ റൂം നമ്പർ 906 തേടി വരുമ്പോൾ ഹീറോയുടെ റൂമിന് മുന്നിൽ നമ്പർ 906 കാണുകയാണ്. സത്യത്തിൽ ഹീറോയുടെ റൂം നമ്പർ 609 ആണ്. പക്ഷെ അത് താഴെ വീണതിനാൽ അങ്ങനെ തല തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഹീറോ ട്രക്കടിച്ച് കസാരയിലിരിക്കുമ്പോൾ തങ്ങിനെ കാണുന്നു. അവൻ്റെ റൂമിൽ ഒരു പെണ്ണിനെ അയച്ചിട്ടുണ്ട്. എൻജോയ് ചെയ്യാൻ പറഞ്ഞ് അവൻ്റെ കസിൻ വിളിച്ച് പറയുമ്പോൾ അവൻ ഇവളായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നു. എത്ര ക്യാഷ് വേണമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇവൾ ടിപ്സ് ആയിരിക്കുമെന്ന് കരുതി 500 രൂപ പറയുന്നു. ഇവൻ 5 മില്യൺ ആണെന്ന് കരുതി അവളെ ബെഡിൽ കിടത്തുമ്പോഴാണ് അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഡെലിവറി ചെയ്യുന്ന കാര്യമാണെന്ന് കരുതി എനിക്ക് ചെയ്യാൻ പറ്റും, ഒരു ദിവസം നിറയെ ഓർഡർ തന്നെ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുമെന്ന് പറഞ്ഞു കേട്ട ഹീറോ തെറ്റിദ്ധരിക്കുകയാണ്. എന്നിട്ട് അവളോട് നീ നിന്റെ ഭർത്താവിനെ വിളിച്ച് ഇവിടുന്ന് പോകാൻ പറയുന്നു. തങ്ങ് ക്യാഷ് ചോദിക്കുമ്പോൾ ഞാനൊന്നും തരില്ല, വീട്ടിൽ നിന്റെ ഭർത്താവ് ഉള്ളതല്ലേ, അവനോട് പോയി ചോദിക്കാനായി പറഞ്ഞ് ഹീറോ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. പുറകെ തങ്ങും. ഇവൾ പോകുന്നത് കണ്ട് അവന്റെ കസിൻ കൊണ്ടുവന്ന പെണ്ണുങ്ങൾ ഇത് കാണുകയും തങ്ങിനെ പിടിച്ചു നിർത്തി അവളെ ബുള്ളി ചെയ്യുന്നു. അന്നേരം അവൾ ഭർത്താവായ ഹീറോയെ വിളിക്കുന്നു. പ്ലീസ് എന്നെ ഇവിടുന്ന് രക്ഷിക്കുമോ, ബ്ലീഡിംഗ് ആവുന്നു, കുറച്ച് പേർ എന്നെ ബുള്ളി ചെയ്യുന്നു. ഇപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൾ ഗർഭിണിയാണെന്ന്. അങ്ങനെ അവളുള്ള അഡ്രസ്സ് കേട്ട അവൻ്റെ ആൾക്കാരെയും കൂട്ടി പോകുന്നു. ഇവിടെ ഈ പെണ്ണുങ്ങൾ തങ്ങിനെ ബുള്ളി ചെയ്യുമ്പോൾ ഹീറോ വരുന്ന സൗണ്ട് കേട്ട് റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നു. റെസ്റ്റ് റൂമിൽ ഒരു പെണ്ണുണ്ടോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവിടെ ആരുമില്ലെന്ന് പറഞ്ഞെങ്കിലും അവർ കയറി നോക്കുമ്പോൾ അവിടെ തന്നെ ആരും ഉണ്ടാകുന്നില്ല. കാരണം കുറച്ചു നേരം ഹീറോ വരുന്ന സൗണ്ട് കേട്ട് അവർ അവളെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അന്നേരം ഒരുത്തൻ വന്ന് മുത്തശ്ശിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ തങ്ങ് അവരിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവിടെ തന്നെ മയങ്ങി വീഴുന്നു. അതുവഴി ഹീറോയുടെ മുത്തശ്ശി തങ്ങിനെ കാണുകയും ഉടനെ മുത്തശ്ശി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ കുഞ്ഞും അമ്മയും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്വിൻസ് ബേബിയാണെന്ന് ഡോക്ടർ പറയുമ്പോൾ തങ്ങീനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമായി. ഇക്കാര്യം ഹീറോയെ വിളിച്ചു പറയുന്നു. മരുമകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞത് താൻ പറയുന്നതിനേക്കാൾ നല്ലത് ഭാര്യ പറയുന്നതാണെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയെ കൂട്ടി വീട്ടിലേക്ക് വരാനായി പറയുന്നു. അന്നേരം ഹീറോയ്ക്ക് അസിസ്റ്റന്റ് ഒരു ഫയൽ കൊണ്ട് കൊടുക്കുന്നു. നോക്കിയാൽ അത് ഡിവോഴ്സ് എഗ്രിമെന്റ് ആണ്. എന്നിട്ട് മുത്തശ്ശിയോട് അഡ്രസ്സ് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അവന്റെ കസിൻ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടല്ലേ നിങ്ങളുടെ ഭാര്യയെ കാണാൻ പോകുന്നത്, ആദ്യ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടാലോ, ഒരിക്കലുമില്ല എന്ന് കേട്ട കസിൻ ഇന്ന് ക്ലബിൽ വെച്ച ഗർഭിണിയാണോ നിനക്ക് ഇഷ്ടമെന്ന് കേൾക്കുമ്പോൾ അവളെ കണ്ടുമുട്ടിയ കാര്യം ഹീറോ ആലോചിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പാർട്ട് 3 വേണമെങ്കിൽ കമന്റ്